എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസങ്ങളായിട്ട് പൊങ്ങി വന്നൊരു വാർത്തയാണ് ബോളിവുഡിലെ ഒരു നടനും നടിയുമായിട്ടുള്ള ഡൈവോഴ്സുമായി ബന്ധപ്പെട്ട്. അവരുടെ വിവാഹം കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞതിന് ശേഷം തുടങ്ങിയതാണ് ഇത്. പറഞ്ഞു വരുന്നത് നമ്മുടെ അഭിഷേക് ബച്ചനെയും ഐശ്വര്യ റായിയെയും കുറിച്ചാണ്. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയെന്നും അത് അവരുടെ ജീവിതം അധികകാലം മുന്നോട്ട് കൊണ്ടുപോവില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോസിപ്പ് വാർത്തകൾ പാപ്പരാസികൾ മുമ്പേ പറഞ്ഞു തുടങ്ങിയതാണ്. ഇതിന് ഭാഷയുടെ രീതിയില്ല, അതായത് ഭാഷയുടെ അതിർവരമ്പുകൾ എവിടെയും കാണാൻ കഴിയില്ല. ഹിന്ദിക്കപ്പുറത്തേക്ക് മിക്ക ഭാഷകളിലും ഇവർ തമ്മിലുള്ള ഡൈവോഴ്സ് വാർത്തകൾ നിറഞ്ഞു നിന്നു. അങ്ങനെ അഭിഷേക് ബച്ചനും ഐശ്വര്യ റായിയും വേർപിരിയുന്നു എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ മലയാളത്തിലും വന്നു തുടങ്ങി. നിരവധി വാർത്തകൾ വന്നതിന് ശേഷം ആളുകൾ ചിന്തിച്ചു ഉടനെ ഇവർ പിരിയുമെന്ന്. എന്നാൽ ഡൈവോഴ്സ് ആവാൻ 1 വർഷമെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അത്രയും കാലമെങ്കിലും മിനിമം എടുക്കുമെന്നും പലരും മറുപടിയായി വന്നു. വർഷങ്ങൾ കഴിഞ്ഞു, അവർക്ക് കുട്ടിയായി. പിന്നീടും വാർത്തയ്ക്ക് പഞ്ഞമില്ല. അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചെറിയൊരു വിഷയത്തിൽ പോലും ജനങ്ങൾ തീരുമാനമെടുത്തു. പ്രത്യേകം പറയണം, ജനങ്ങളല്ല, ഓൺലൈൻ മാധ്യമങ്ങൾ തീരുമാനമെടുത്തു അവർ വേർപിരിയാൻ പോവുകയാണെന്ന്. ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു വാർത്ത വന്നിട്ടുണ്ട്. അഭിഷേക് ബച്ചൻ ഡൈവോഴ്സുമായി ബന്ധപ്പെട്ട എന്തോ ഒരു വാർത്തയ്ക്ക് ലൈക്ക് കൊടുത്തുന്നോ, ആ ലൈക്കിന്റെ കാരണം അവർ വേർപിരിയാൻ താല്പര്യപ്പെടുന്നു എന്നൊക്കെയാണ് കാരണങ്ങൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഞാൻ പരതിയപ്പോൾ ഇതേ വാർത്ത, അതായത് വേർപിരിയുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത വർഷങ്ങൾക്ക് മുമ്പുള്ളതും നമുക്ക് യൂട്യൂബിൽ കാണാം. അതുകൊണ്ട് തന്നെ ഇവർ വേർപിരിയാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതൊരു ഫാമിലിയിലും പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും. എന്നാൽ ചില ഫാമിലികൾ ചില കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാറുണ്ട്. തന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർക്ക് അനാവശ്യ വാർത്തകൾ പ്രചരിക്കാതിരിക്കാൻ. മലയാളത്തിൽ ചിലർ പറയും തറവാടിത്തം എന്നൊക്കെ. അപ്പൊ ആ ഒരു വാല്യൂ കാണിക്കാനായിട്ട് എത്ര വഴക്ക് വന്നാലും എനിക്ക് തോന്നുന്നില്ല അഭിഷേക് ബച്ചനും ഐശ്വര്യ റായിയും വേർപിരിയുമെന്ന്. ഇപ്പോഴൊന്നും അത് സംഭവിക്കാൻ സാധ്യതയില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, വേർപിരിയുകയാണെങ്കിൽ, എനിക്ക് തോന്നുന്നത് അതിന് മുമ്പ് അഭിഷേക് ബച്ചന്റെ ഫാമിലിയിൽ നിന്ന് അമിതാഭ് ബച്ചൻ ഇല്ലാതാവണം. അതായത് അദ്ദേഹം മരണമടയാതെ അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് അവർ മുൻപോട്ട് സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അവർക്ക് മക്കളുണ്ട്, അവരെ നോക്കി അങ്ങനെ നല്ല രീതിയിൽ മുൻപോട്ട് പോവുകയാണ്. പിന്നെ ഏത് വീട്ടിലാണ് പ്രശ്നങ്ങളില്ലാത്തത്? എല്ലാവരുടെ വീടുകളിലും പലതരത്തിലുള്ള ചെറിയതും വലുതുമായ വലിയ പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ തീരെ പറ്റാതാവുമ്പോഴാണ് നമ്മളത് വേണ്ടാന്ന് വെക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ. പക്ഷെ ഇവരുടെ കാര്യത്തിൽ ഇവരെ എന്ത് ചെയ്താലും, പുതിയ മൂക്കുത്തി ഇട്ടാലും, പുതിയ കാറ് വാങ്ങിയാലും, പുതിയ ഡ്രസ്സ് എടുത്താലും, എന്തിന് ഒന്ന് പ്രസവിച്ചാൽ പോലും അത് വലിയ വാർത്തയാണ്. അപ്പോൾ അങ്ങനെ ഒരു വാർത്തയായിട്ട് ഇതും ആളുകൾ ഏറ്റെടുത്ത് ആഘോഷിക്കുകയാണ്. കൂടുതൽ ആളുകൾ ഇത് ശ്രദ്ധിക്കുമെന്നറിയുന്നതുകൊണ്ട് ഇവരുടെ ജീവിതത്തിലെ സ്വകാര്യ നിമിഷങ്ങളിലെ എന്തും അവർക്ക് വാർത്തയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വിഷയത്തിൽ കൃത്യമായൊരു അഭിപ്രായം പറയണമെന്ന് തോന്നി. കാരണം എനിക്ക് തോന്നുന്നില്ല ഇവർ വേർപിരിയുമെന്ന്. ഇനി കുറെ വർഷങ്ങൾക്ക് ശേഷം വേർപിരിഞ്ഞേക്കും. അപ്പോൾ മുൻപേ ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു വേർപിരിയുമെന്ന്. ഞങ്ങളിങ്ങനെ കബഡിയൊക്കെ നിരത്തി അല്ലെങ്കിൽ ജ്യോത്സ്യത്തിലൂടെ ഞങ്ങൾ കണ്ടെത്തിയതാണ്, ഞങ്ങൾ പണ്ടേ പറഞ്ഞതല്ലേ വേർപിരിയുമെന്ന്. അതായത് ഒരാൾ ജീവിച്ചിരുന്നു, അപ്പോൾ അയാൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ജനിച്ച ഒരു കുട്ടിയെ 1 വർഷം കഴിഞ്ഞ് മരിച്ചു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പക്ഷെ ആ കുട്ടി മരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു 40, 50, 60 വർഷങ്ങൾക്ക് ശേഷം അവർ മരിക്കും. അപ്പോൾ ചിലർ പറയും ഞാൻ അന്നേ പറഞ്ഞതാണ് മരിക്കുമെന്ന്. അതുപോലെയാണിത്. കല്യാണം കഴിഞ്ഞാൽ വേർപിരിയാനുള്ള സാധ്യതയുണ്ട്. അത് എപ്പോഴെങ്കിലും സംഭവിച്ചേക്കാം. അത് മുന്നേ കൂട്ടി പറഞ്ഞതുകൊണ്ട് അന്ന് പറഞ്ഞതുകൊണ്ട് എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇവർ വേർപിരിയാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോഴൊന്നും അത് സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. അതുമായുള്ള വാർത്തകളെല്ലാം ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഗോസിപ്പ് വാർത്തകളായി മാത്രമാണ് എനിക്ക് തോന്നിയത്. ഇതൊരു വാർത്താ വിശകലന വീഡിയോ ആണ്. ഇടയ്ക്ക് നമുക്ക് അങ്ങനത്തെ വീഡിയോസും ആവശ്യമാണ്. നമ്മൾ സിനിമ വാർത്തകളും ചെയ്യാറുണ്ട് ഇതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് ഈ ഒരു വീഡിയോ അവതരിപ്പിച്ചത്. എന്താണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുടെ വീണ്ടും കാണാം.